ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോളോ ടോക്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RRB അതുപോലെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 03/2024. നിലവിലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ JE, ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് DMS, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA, കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്കാണ്. ഈ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 30/7/2024 ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 29/8/2024. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ കറക്ഷനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് വരുന്നത് 30/8/2024 തൊട്ട് 8/9/2024 വരെയാണ്. ഈ ഓരോ പോസ്റ്റിൻ്റെയും പേ സ്കെയിലും ഏജ് ലിമിറ്റും വേക്കൻസീസും എത്രയാണെന്ന് നോക്കാം. കെമിക്കൽ സൂപ്പർവൈസർ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന പോസ്റ്റിന് ഇനീഷ്യൽ പേയ്മെൻറ്റ് പറയുന്നത് 44,900 രൂപയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് ടു 36 വയസ്സാണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. RRB കോപ്പൂർ മാത്രമാണ് ഇതിൻ്റെ വേക്കൻസീസ് വരുന്നത്. ഇനി ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ പോസ്റ്റുകളുടെ ഇനീഷ്യൽ പേയ്മെന്റ് പറയുന്നത് 35,400 രൂപയാണ്. അതിൻ്റെ പ്രായപരിധി പറയുന്നത് 18 വയസ്സ് ടു 36 വയസ്സാണ്. ഈ ഒരു പോസ്റ്റിന് 7,934 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കേരളം ഉൾപ്പെടെയുള്ള 20 റിക്രൂട്ട്മെന്റ് ബോർഡുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ആണ്. ടോട്ടൽ 7,951 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ പോസ്റ്റിന്റെയും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 3 ഇയർ ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് മെഷീൻ എഞ്ചിനീയറിംഗ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് അബവ് ഡിസിപ്ലിൻസ്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 3 ഇയർ ഡിപ്ലോമ BTech ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കോമ്പിനേഷൻ ഓഫ് സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് അബവ് ഡിസിപ്ലിൻസ്. ഇനി സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ civil engineering and combination of any substream of basic stream of civil engineering and BSc in civil engineering of 3 year duration. അതല്ലെങ്കിൽ BTech in civil engineering. സോ 3 ഇയർ ഡിപ്ലോമക്കാർക്കും അല്ലെങ്കിൽ BTech കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. നെക്സ്റ്റ് പോസ്റ്റ് CMA, അതായത് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc ഇൻ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. നെക്സ്റ്റ് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഇൻ കെമിക്കൽ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ കവറിംഗ് എനി വൺ ഓർ മോർ ഓഫ് ദിസ് ഫീൽഡ്, പെട്രോളിയം പ്രോഡക്ട്സ്, paints and correction prevention and polymer and knowledge of any computer language will be essential. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഡിഗ്രി ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഇൻ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോളജ് ഓഫ് എനി കമ്പ്യൂട്ടർ ലാംഗ്വേജ് വിൽ ബി എസെൻഷ്യൽ. ഇത്രയാണ് പോസ്റ്റുകളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നെക്സ്റ്റ് എക്സാമിനേഷൻ ഫീയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ SC/ST, എക്സ് സർവീസ്മെൻ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ആൻഡ് മൈനോറിറ്റീസ് ആൻഡ് ഓർ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBC കാൻഡിഡേറ്റ്സിന് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതിൽ തന്നെ നിങ്ങളുടെ ചാർജസ് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അറ്റൻഡ് ചെയ്താൽ ആ ഒരു ഫീ നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ബാക്കി വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ ശേഷം 400 രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും.
ഫീ അടക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് ഫീ അടക്കേണ്ടത്. അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI എല്ലാം അക്സെപ്റ്റഡ് ആണ്. ഓൺലൈനായിട്ട് മാത്രമേ ഫീ പേയ്മെൻറ്റ് നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സ്റ്റേജ് എക്സാമിനേഷൻ്റെ സിലബസിനെ കുറിച്ചിട്ടും റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ടും മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ, SC/ST, OBC കാൻഡിഡേറ്റ്സിനൊക്കെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവും കൂടി നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ തിരുവനന്തപുരം വെബ്സൈറ്റിലേക്ക് ഇടുക. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. കാറ്റഗറി നമ്പർ 03/2024 അതാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും അവൈലബിൾ ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ RRBയുടെ മറ്റൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം. ഈ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്: ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആൻഡ് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല ഈ ഒരു വെബ്സൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഫോം ലഭിക്കുന്നതായിരിക്കും. ഈ ഫോമിൽ ഡീറ്റെയിൽസ് നൽകിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കേരള കാൻഡിഡേറ്റ്സ് ഓഗസ്റ്റ് 29 മുന്നേ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളെ കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.